പൂജ, വെൽക്കം ടു ലൈൻ കട്ട്. താങ്ക് യു. എന്താണ് സാധാരണക്കാരി? സാധാരണക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോമണേഴ്സ്, ഇപ്പൊ ഈ ബിഗ് ബോസ് സാധാരണക്കാരി എന്ന് പറഞ്ഞാൽ കോമണർ. കോമണേഴ്സിലെ സാധാരണക്കാരി എന്ന് പറഞ്ഞാൽ എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കൺഫ്യൂഷനായി. ഈ സാധാരണക്കാരിയും കോമണറും ഒന്നല്ലേ? അതെ, അതിലെ എന്റെ പ്രത്യേകതയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കൊന്നും പോകാണ്ട് നമ്മുടെ ഫാമിലി, മക്കള്, ഹസ്ബൻഡ്, അങ്ങനെ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സാധാരണക്കാരി ഹൗസ് വൈഫാണ് ഞാൻ. അതാണ് എന്റെ ഒരു പ്രത്യേകത. ജോലിക്ക് പോവാതെ വീട്ടിലിരിക്കുന്നവരാണോ നമ്മൾ സാധാരണക്കാരി എന്ന് പറയാം? ഇല്ല, എന്റെ ഒരു കാറ്റഗറിയാണ് ഞാൻ പറഞ്ഞത്. എന്നെ സാധാരണക്കാരിയാക്കുന്ന എങ്ങനെയാണ്? ഇതാണ് എന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇതാണ് ഞാൻ പറഞ്ഞപ്പോ ഒരുപാട് സാധാരണക്കാര് പല രീതിയിലുള്ള പ്രൊഫഷനിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സാധാരണക്കാരാണ്. അഗ്നിപരീക്ഷ അത്ര എളുപ്പമുള്ള പരിപാടിയല്ലല്ലോ. അഗ്നിപരീക്ഷ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അത് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അറിയാതെ വന്ന് പെട്ടതാണോ? അല്ലല്ല, ഞാൻ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയാണ്, സീസണാണ്. അതെ, ഇതിനു മുമ്പ് ഒരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് നമുക്കും ശരിക്കും ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊരു എന്താ പറയാ, ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം, ബിഗ് ബോസിൽ വരണം. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ആഗ്രഹമാണ്. കുറെ ഇപ്പൊ 3ാമത്തെ സീസൺ തൊട്ട് ഇതുവരെയുള്ള എല്ലാ സീസണും ഇങ്ങനെ കുത്തിരുന്ന് കാണാറുണ്ട്. എന്റെ വീട്ടില് എന്റെ അടുത്ത ഹസ്ബൻഡൊക്കെ പറയും, നീ ഇതിങ്ങനെ കണ്ടുകൊണ്ട് ലൈവ് അല്ലേ കാണുന്നത്? അപ്പൊ അതെനിക്ക് സുഖമാണല്ലോ, കാരണം ഞാൻ ഫോണില് ഹോട്ട്സ്റ്റാർ ഓൺ ചെയ്ത് ഞാൻ കാലത്ത് എഴുന്നേറ്റ് വരുമ്പോ ഈ സംഭവം ഓൺ ചെയ്യും. കാരണം എനിക്ക് മൊത്തം ഇങ്ങനെ സൈലന്റിൽ ഇരിക്കുന്നത് താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാനിപ്പോ വീട്ടിലാണെങ്കിലും അപ്പൊ ഞാനിപ്പോ ഇപ്പൊ വർക്ക് ചെയ്യുകയാണെങ്കിലും ഈ ഫോൺ എടുത്ത് കൊണ്ടുപോയി അടുക്കളയിൽ ഇത് ഓൺ ചെയ്ത് വെക്കും. ലൈവ് ഇങ്ങനെ ആകും. ചില സമയത്ത് കാലത്ത് ആരും എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഞാനിങ്ങനെ ഓൺ ചെയ്ത് വെക്കും. പിന്നെ പണി നടക്കും. അപ്പൊ നമ്മളിങ്ങനെ അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ അത് ഫുൾ ടൈം. അഗ്നിപരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഒരു സാധാരണക്കാരെ കാണുമ്പോൾ ചോദിക്കാൻ വെച്ചിരുന്ന ഈ അഗ്നിപരീക്ഷയുടെ പ്രോമോ കണ്ടപ്പം വാട്ട് മെയ്ഡ് യു തിങ്ക് അഗ്നിപരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന്? എനിക്ക് വിചാരിച്ചു അതൊരു വലിയ ഷെൽ ബ്രേക്കിംഗ് ആണല്ലോ. വീട്ടിലുള്ള ഒരു കംഫർട്ട് സോണിൽ യു ബ്രേക്കിംഗ് യുവർ ഷെൽ. ഇത്രയും ദിവസം ഹസ്ബൻഡിനെയും വീട്ടുകാരെയും ഒന്നും കാണാതെ മാറി നിൽക്കാൻ പോവാണ് അല്ലേ? അപ്പൊ അത് എങ്ങനെ തോന്നി? അത് ഓൾറെഡി എനിക്ക് ഇതിനോടുള്ളൊരു ഇഷ്ടം എൻ്റെ ഫാമിലിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സപ്പോർട്ട് ചെയ്ത്, എനിക്ക് ഒരിക്കലും എന്നെ പോലുള്ള ഒരാൾക്ക് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഇവിടേക്ക് വരാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അതിലാണ് ഏറ്റവും വലിയ ലക്കി. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, അച്ഛൻ, ഇത്രയും പോകുന്ന 2 കുട്ടികളെ നോക്കണം എന്ന് പറയുന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നീ പോയി ധൈര്യമായിട്ട് പോയിക്കോ, നിന്റെ ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ നീ പൊക്കോ, ഫുൾ സപ്പോർട്ട് ഞാൻ തരാന്നുള്ള ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു ആഗ്രഹം ഉള്ളിൽ കൊണ്ടുവയ്ക്കും എന്നല്ലാതെ എനിക്ക് ചിലപ്പോൾ ഒരിക്കലും നടക്കണം എന്നില്ല. അപ്പൊ അതിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് അവരുടെ അടുത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അത് വലിയൊരു കാര്യമാണ്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് വന്ന സമയത്തും ഇവിടെ ഒരു ടാസ്ക് നടന്നപ്പോൾ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് ഓടിയത്, എന്നെ വിശ്വസിച്ച് പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ തിരിച്ചിതേപോലെ തോറ്റ് വരുന്നത് കാണുന്നത് എനിക്ക് ആലോചിക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോൾ ഒരു വാശി എന്തൊക്കെ കയറി. സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉള്ളിലൊരു ഫയർ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഒറിജിനൽ ക്യാരക്ടർ പുറത്ത് വരിക. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ഞാൻ അത്രയും അവരോട് താങ്ക്ഫുൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി ഞാൻ തിരിച്ച് കാണിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും എന്താ പറയുക, വെറുതെ നിന്നിട്ട് പോകണ്ട, ബിഗ് ബോസിൽ കയറി വിന്നർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കയറുമോ ബിഗ് ബോസിൽ? എന്താ തോന്നണേ? കയറുന്ന ഞാൻ ഏകദേശം ഇവിടുത്തെ ഒരു എല്ലാരും കണ്ടു, എല്ലാരും എത്ര കോമ്പറ്റന്റ് ആണെന്ന് കണ്ടു, എങ്ങനെയാണ് ടാസ്ക് എന്ന് കണ്ടു ഒക്കെ കണ്ടല്ലേ. അപ്പോ ഇനിയിപ്പോ ഈ ഒരു പോയിന്റിൽ എന്ത് തോന്നുന്നു? കയറുന്ന ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പൊ ഇവിടെ നമ്മളെ എന്താന്ന് കാണിക്കണം, നമ്മളുടെ ക്യാരക്ടർ മനസ്സിലാവണം. ഇപ്പൊ നമ്മൾ അവിടെ കുറെ ടാസ്ക് കളിച്ചോണ്ടോ ഒന്നുമില്ല, നമ്മളെ ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളത്, അത് നമ്മളെ മനസ്സിലാക്കിയാൽ മാത്രമാണ് അത് നടക്കുള്ളൂ. ഫസ്റ്റ് വന്ന അന്ന് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ക്യാരക്ടർ അവർ കണ്ടിട്ടുണ്ട്. എന്നെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അന്നത്തോടെ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ ഒരു മനുഷ്യനാവുമ്പോ താഴ്ചയുണ്ടാവും, ഉയർച്ചയുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഫസ്റ്റ് വന്നപ്പോ തന്നെ ക്യാരക്ടർ കണ്ടു എന്ന് പറഞ്ഞാൽ മറ്റേ ലോക്ക് ആൻഡ് കീയുടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് അല്ലെ ആ കരച്ചിലും വിളവ്. അതാണ് അപ്പൊ അതില് ഓൾറെഡി എന്റെ ഇമോഷൻ കണ്ടു. എനിക്കത് ഇനി വേറെ എപ്പോഴെങ്കിലും അത് ഇനി കാണിക്കണം എന്നില്ല. എന്റെ ക്യാരക്ടർ അവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആണ്. പിന്നെ എന്റെ ഭാഗത്തൊരു ന്യായം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത്
എനിക്കത് നേടിയെടുക്കണം എന്നുള്ളൊരു അന്ന് ആ ആഗ്രഹം ടാസ്ക് ഭയങ്കരമായിട്ട്. വിൻ ചെയ്തത് അതിന്റെ ഒരു അതുകൊണ്ടാണ്. അഗ്രി, കംപ്ലീറ്റ്ലി അഗ്രി. അപ്പോ എന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് അത് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഞാൻ വേറൊരു ആളായിട്ട് മാറേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നു ഉറപ്പിച്ചു, കയറി കഴിഞ്ഞ എത്ര ദിവസം? 100 ദിവസം നിൽക്കണം തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്യും. റിയലിസ്റ്റിക് ആയിട്ട് എത്ര ദിവസം ട്രൈ ചെയ്യുന്നു ആഗ്രഹം? ഐ അഗ്രി, നല്ല കാര്യം. 100 ദിവസം നിൽക്കും ഉറപ്പല്ലേ? അപ്പൊ 100 ദിവസത്തിന് മുമ്പ് വന്ന ഈ സീറ്റിലെത്തില്ല, ആ വഴിക്കങ്ങ് ഇറങ്ങി പോകണം. 100 ദിവസത്തിന് മുമ്പ് ഇറങ്ങി വന്ന ഓക്കെ. ഇനി ഞാൻ ചോദിക്കട്ടെ, 100 ദിവസം പൂജ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരിയെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ എന്തായിരിക്കും പൂജ ചെയ്യാത്ത പോയിട്ട്? അത് നമ്മളൊന്നും പ്രെഡിക്റ്റ് ചെയ്ത് മുന്നേ കൂട്ടി പോകണ്ട. ഉറപ്പായിട്ടും പോകണം. ബിഗ് ബോസ് ഹൗസിൽ പോകണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യണം, സ്ട്രാറ്റജി ഉണ്ടാക്കണം, കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കണം, ഒക്കെ ചെയ്യണ്ടേ? അല്ലാതെ ചുമ്മാ കയറി പോവാണോ? ചുമ്മാ കയറി പോവല്ല. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്റെ അഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ ഞാനത് തുറന്നടിച്ച് പറയേണ്ടത്. ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ 100 ദിവസം നിൽക്കാൻ വേണ്ടി അഭിപ്രായം തുറന്നടിച്ച് പറയും. അഭിപ്രായം തുറന്നു പറയും, ടാസ്കുകൾ നന്നായിട്ട് ചെയ്യണം. പിന്നെ നമ്മളുടെ, ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ബിഗ് ബോസ് എന്ന ഷോയില് ഭയങ്കരമായിട്ട് വയലന്റ് ആവണം എന്നൊന്നുമില്ല. നമ്മൾക്ക് നമ്മളുടേതായ സൈലന്റ് ആയിട്ടും കാര്യമില്ല. പക്ഷെ ബിഗ് ബോസിൽ എല്ലാ ടൈപ്പ് ആൾക്കാരും വരുന്നുണ്ട്. പൂജ വയലന്റ് ആവില്ല. ഞാൻ വയലന്റ് ആവും. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വയലന്റ് ആവും. ബിഗ് ബോസ് ഹൗസിൽ പോയാൽ വയലന്റ് ആവില്ല, പക്ഷെ ഞാൻ വയലന്റ് ആവും. അല്ല, എനിക്ക് പറ്റാത്തൊരു കാര്യം വരുമ്പോ എന്റെ ഇമോഷൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കരച്ചിൽ വരും. അതൊരു മനുഷ്യന്റെ നമ്മളിപ്പോ ജനിച്ചൊരു കുട്ടി കരഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അത് ഭയങ്കര ഫിലോസഫി അല്ല, അതല്ല, കരച്ചിലുണ്ടാവും. അത് നോർമലാണ്. ഇപ്പൊ കരച്ചിൽ എന്ന് പറഞ്ഞ സംഭവം വരാണെങ്കിൽ എനിക്ക് കരയും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. എല്ലാ ഇമോഷൻ ഉണ്ട്, പക്ഷെ എല്ലാം എനിക്ക് കുറച്ച് എക്സ്ട്രീം ആണ്. അത് എന്റെ പണ്ടോട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഏത് ഇമോഷൻ ആയാലും കുറച്ച് എക്സ്ട്രീമിക്ക് പോകും. പിന്നീട് ചിലപ്പോൾ എനിക്ക് തോന്നും അപ്പൊ അത്ര വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ പോയിന്റിൽ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എല്ലാ എന്റെ ഇമോഷൻസും കാണിച്ചുകൊണ്ട് എല്ലാ ഞാനായിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് ഞാൻ എല്ലാവരും അങ്ങനെ നിൽക്കുന്നത്. എല്ലാ ടാസ്കുകളും ജെനുവിനായിട്ട് ചെയ്തുകൊണ്ട് ഞാനായിട്ട് നിന്നുകൊണ്ട് 100 ദിവസം കഴിഞ്ഞ് വരും. വിന്നറാവണം. ഏറ്റവും വലിയ ഇതെന്താ അറിയോ, കഴിഞ്ഞ പ്രാവശ്യം ഒരു തൃശ്ശൂർക്കാരനാണ് നമ്മുടെ റണ്ണറപ്പ് ആയത്. വിന്നർ ആരും ഇതുവരെ ആയിട്ടില്ല. അപ്പൊ ആ ഒരു വിന്നർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഒരു തൃശ്ശൂർക്കാരിക്ക് തന്നെ കിട്ടണം. മേക്ക് തൃശ്ശൂർ വാങ്ങിക്കണം. എന്റെ ഹസ്ബൻഡ് ജനങ്ങൾ വോട്ട് ചെയ്യണം. സത്യം വരെ കുറെ ആരോടൊക്കെയോ പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടല്ല. അതെ, സത്യമായിട്ട് പ്രൂവ് ചെയ്യണം. ഞാൻ ലിസ്റ്റ് ചോദിക്കുന്നില്ല, എനിക്കറിയാം 200 പേജിന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളാരും മോശക്കാരല്ല എന്നൊന്ന് തെളിയിക്കണം. അത് മോശക്കാരിയല്ല. 100 ദിവസം കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിലെ വിന്നറായിട്ട് നമുക്ക് ഇവിടെ കാണാം. താങ്ക് യു.